സന്നിധി തന്നിൽ നായക എന്നും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം എനിക്കുമായിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ മോർണിംഗ് ഡിവിഷനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം അന്ത്യകാലം എന്നതാണ്. അതിനായി കൊടുത്തിരിക്കുന്ന ബൈബിൾ വചനം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഉള്ളടക്കത്തിൽ നാം നിൽക്കുമ്പോൾ, നാം അത് ധ്യാനിക്കുമ്പോൾ 1260 ദിവസത്തെ ഒരു പീഡന കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. AD 538 മുതൽ 1798 വരെയുള്ളതായ ഒരു സമയത്തെയാണ് ഈ 1260 ദിവസത്തെ പീഡനം നടന്നിരിക്കുന്നത്. ഈ സമയത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ അതിയായി സ്നേഹിക്കുകയും ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്ത ദൈവജനത്തിന് വളരെ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി. ഏകദേശം 538 മുതൽ AD 1798 വരെയുള്ള സമയത്ത് ദശലക്ഷക്കണക്കിന് കർത്താവിനോട് ചേർന്ന് നിന്നവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവർ ഈ ലോകത്തിൽ നിന്ന് മറയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവരുടെ മരണം സംഭവിക്കുമ്പോൾ കർത്താവിന് വളരെ അധികം സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ക്രിസ്തുവിൻ്റെ കൽപ്പനകളെയും ക്രിസ്തുവിൻ്റെ വചനത്തെയും ക്രിസ്തുവിനെയും സ്നേഹിച്ചുകൊണ്ട് അവർ ഈ ലോകത്തിലെ ജീവിതത്തെ അവസാനിപ്പിച്ചു. അവർ ഒരു നിത്യ ജീവനിലേക്ക് കടന്നിരിക്കുന്നതായിട്ട് പരിശുദ്ധനായ കർത്താവിന് കാണുവാൻ സാധിച്ചു. അപ്പോൾ വിശ്വാസത്തോടു കൂടെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ളതായ പ്രത്യാശയോടുകൂടെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ജീവിതമല്ല, വരുന്ന ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നതായ ആ ജീവിതത്തെ ആണ് യാഥാർത്ഥ്യമായി ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അവർ ലക്ഷ്യം വച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ലോകത്തെ വെറുക്കണം, ലോകത്തിലുള്ളതിനെ വെറുക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഒരുപക്ഷെ ഈ പീഡന കാലത്ത് നമുക്ക് നമ്മുടെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിത്യത നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ ആ പീഡനത്തിന് ഒരന്തമുണ്ട്. AD 538 മുതൽ 1798 വരെയുള്ളതായ ആ സമയത്ത് പീഡനം ഭയങ്കരമായിരുന്നു. പക്ഷെ അതിനൊരന്തം വന്നു. 1798 ഒരവസാനം അതിന് വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയാകുന്നുവെങ്കിൽ നാം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നതായ നമുക്കും ഒരു പീഡനമുണ്ട്. ആ പീഡനത്തിന് ഒരവസാനവും ഉണ്ട്. അതിനുശേഷം നാം ദൈവത്തോടൊപ്പമുള്ളതായ ഒരു ജീവിതത്തിലേക്ക് നാം കടക്കുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു പ്രത്യാശയിലേക്ക് നാം കടക്കുവാൻ പോകുകയാണ്. യോഹന്നാൻ 3:36 പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അപ്പോൾ ആ പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട്, പുത്രനെ സ്നേഹിച്ചുകൊണ്ട്, പുത്രനോടൊപ്പം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോകത്തിൽ പീഡനമുണ്ട്. ഒപ്പം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാനുള്ള നിത്യജീവനും അവൻ കരസ്ഥമാക്കിയിരിക്കുന്നു. ഇന്ന് നാം ഈ പ്രഭാതത്തിൽ പരിശുദ്ധനായ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, ജാഗരിച്ചുകൊണ്ട് നാം
ഇന്ന് പകൽക്കാലം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുൻപേ വരുന്നതായ സകല പീഡനങ്ങളായിരുന്നാലും പ്രയാസങ്ങളായിരുന്നാലും അതെല്ലാം നാം തരണം ചെയ്തുകൊണ്ട് നാം മുൻപോട്ട് പോയി കർത്താവിൻ്റെ നിത്യതയിൽ പ്രവേശിക്കുവാൻ നാം ഒരുക്കമുള്ളവരായി തീരണം. പരിശുദ്ധനായ കർത്താവ് ഇവിടെ ആയിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും ഒരുക്കുകയും അതിനായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന അത്യുന്നതനായ ദൈവമേ, പരിശുദ്ധനെ, ഞങ്ങളുടെ ഈ ലോകത്തിലെ യാത്രയിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്. അങ്ങയെയും അങ്ങയുടെ വചനത്തെയും ഞങ്ങൾ അനുസരിക്കുമ്പോൾ, അതിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് പല കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ട്. എങ്കിലും കർത്താവിൽ കർത്താവ് ആ പീഡനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഞങ്ങൾ അതിനെ സഹിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പമായിരിക്കുവാൻ ഉള്ളതായ ശക്തിയും ബലവും തന്നങ്ങയുടെ നിത്യതയിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ പരിശുദ്ധ പിതാവേ. ആമേൻ.